നിലവിൽ ഒരു ഡോക്യുമെന്ററി ഷൂട്ടിംഗ് ആയിരുന്നു പ്രൊഡ്യൂസർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സൺവുവിന്റെ ഷോപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്ന ടേറിൻ സൺവുവിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിക്കുള്ള വീഡിയോസ് ഒക്കെയാണ് അവരും എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ടയറിനും സൺവുവും കൂടി അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ക്യാമറാസ് ഒക്കെ സൺവുവിനെ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും സൺവുവും പണ്ട് ഇതുപോലെ തന്നെ പിന്തുടർന്നുകൊണ്ട് തന്റെ അമ്മ മരിച്ച സമയത്ത് വന്ന ക്യാമറാസിനെ കുറിച്ചൊക്കെ ഓർക്കുന്നു. അങ്ങനെ ഓർത്ത് അവനും ആകെ നെർവസ് ആയി പോവുകയാണ്. എങ്കിൽ പോലും ജയൂണും അത് ശ്രദ്ധിച്ച് അവനോട് ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്നുമുണ്ട്. രാത്രി ആയപ്പോഴത്തേക്കുമായിരുന്നു ഷൂട്ടിംഗ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ സണുവിന് പാർട്ട് ടൈം ജോബിന് പോകേണ്ടിയിരുന്നത് കൊണ്ട് തന്നെ ടയറിന്റെ അതേ വണ്ടിയിൽ തന്നെ അവനെയും കൊണ്ടേ ആക്കാമെന്ന് അവർ പറയുന്നു. സോ ടയറിനും ജയോണും അതുപോലെ തന്നെ സൺവുവും ഇപ്പോൾ ഒരേ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടിക്കാലത്തായിരുന്നല്ലോ ടേറിനും സണുവും ഒന്നിച്ച് സിറ്റ്കോം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവർ ഒരേ സ്കൂളിലായിരുന്നു പഠിച്ചതും. എങ്കിൽ പോലും ഒരിക്കൽ പോലും സ്കൂളിൽ വെച്ചിട്ട് ടേറിൻ സണുവിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാലും എന്തുകൊണ്ടായിരിക്കും ഒരിക്കൽ പോലും നമ്മൾ കണ്ടുമുട്ടാതിരുന്നിട്ടുണ്ടായിരുന്നതെന്ന് സംശയത്തോടു കൂടി തന്നെ ടെറിൻ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് കാണിക്കുകയാണെങ്കിൽ തന്നെ വലിയ കാര്യമൊന്നും ഉണ്ടാക്കുവാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ നിന്റെ നേർക്ക് ഞാൻ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ നിന്നെ അവോയ്ഡ് ചെയ്ത് ഞാൻ മാറി നിൽക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കൽ പോലും സ്കൂളിൽ വെച്ച് കണ്ടുമുട്ടാതിരുന്നതെന്ന് ഇപ്പോൾ സൺവും തുറന്നു പറയുന്നു. സണു പോകുവാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നിനക്ക് നേരത്തെ ക്യാമറ ഒക്കെ വന്നപ്പോഴത്തേക്കും പാനിക് അറ്റാക്ക് ഉണ്ടായില്ലേ? ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ പരിചയത്തിലൊരു സൈക്യാട്രിസ്റ്റ് ഉണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നീ അവര് പോകുന്ന കാണുന്ന രീതിക്ക് ജോൺ പറയുന്നുണ്ടെങ്കിൽ പോലും കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ ഇതുപോലെ ക്ലോസ് ആയിട്ടൊക്കെ ക്യാമറ കാണുന്നത്. അതുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി പോയെന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് വേറൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞ് അവനും ഒഴിഞ്ഞു മാറുവാനായിട്ട് ശ്രമിക്കുന്നു. കേറിൻ നിലവിൽ ചെയ്യുന്നത് ഒരു റോംകോം ഡ്രാമയാണ്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ട് ഡയറ്റ് ഒക്കെ ചെയ്യുകയാണ് അവളും. അങ്ങനെ ഇരിക്കെ ജയോണിനെ ഇപ്പോൾ പ്രൊഡ്യൂസറും വിളിപ്പിക്കുന്നു. അതായത് അവർ ഇപ്പോൾ ചെയ്യുന്ന ഈ ഒരു ഷോയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഷോ എന്ന രീതിക്കാണ് ചാനലുകാരും ഏറ്റെടുത്തിരിക്കുന്നത്. ഉടനെ തന്നെ പ്രസ് മീറ്റ് ഒക്കെ വരുന്നതായിരിക്കും. സോ എല്ലാവരും തന്നെ സൺവുവിനെ കുറിച്ചുള്ള കാര്യങ്ങളും ചോദിക്കും. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ടുണ്ടെന്നും അതിന്റെ PR വർക്ക് എല്ലാം തന്നെ ജയോൺ തന്നെ ചെയ്യണമെന്നും പ്രൊഡ്യൂസർ അറിയിക്കുന്നു. ഇപ്പോൾ ഒരു ബ്രേക്ക് എന്ന രീതിക്ക് കുറച്ച് സമയമൊക്കെ സണുവിനും ജയൂണും കിട്ടുമ്പോഴത്തേക്കും അവർ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു. സോ ജയൂണിന്റെ അടുത്ത് സണുവും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അവൻ ചെറുപ്പത്തിൽ ആക്ടിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഓരോ മുതിർന്ന ആൾക്കാര് അവൻ എന്ത് പറയണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നുള്ള കാര്യമെല്ലാം തന്നെ അവന് മനസ്സിലാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവന് അവൻ്റെതായിട്ടുള്ള നിലപാടുകൾ എടുക്കുവാൻ സാധിച്ചിട്ടില്ല. മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന പോലെ ആയിരുന്നു അവനും ജീവിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോൾ നിലവിലെ ആക്ടിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ നിർത്തിയത് കൊണ്ട് അവൻ എന്താണോ ഇഷ്ടം ആ ഒരു രീതിക്ക് തന്നെ ജീവിക്കുവാനും ആ ഒരു രീതിക്ക് സംസാരിക്കുവാനുമാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അവൻ സംസാരിക്കുന്നതെല്ലാം തന്നെ അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നുള്ള രീതിക്ക് അവനും പറയുന്നു. നേരത്തെ തൊട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു റോംകോം ഡ്രാമയുടെ ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ടേറിൻ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നായകന് കൊടുക്കുമ്പോഴത്തേക്കും നായകനും അതൊക്കെ കഴിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതൊരു ഇമോഷണൽ സീനാണ്. പക്ഷേ ടേറിന്റെ ആ ഒരു ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്ന നായകനാകട്ടെ ഭയങ്കര സൗണ്ടിലാണ് ഫുഡൊക്കെ ചവച്ചരയ്ക്കുന്നത്. അതൊക്കെ കേട്ടിട്ട് ആ ഒരു ഷൂട്ടിംഗ് സെറ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് പോലും ഡിസ്റ്റർബിംഗ് ആയിട്ടാണ് തോന്നുന്നത്. എങ്കിലും ഇമോഷണൽ ആയിട്ടൊക്കെ ആണല്ലോ ടെറിൻ ഇപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരും ടെറിനെ ഒരുപാട് പ്രശംസിക്കുന്നു. അതേസമയം യഥാർത്ഥത്തിൽ ആ ഒരു സീൻ അവൾക്ക് പറയുവാനായിട്ട് പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവളും വളരെയധികം ദേഷ്യപ്പെട്ടിട്ട് നിങ്ങൾ ഈ ഫുഡൊക്കെ ചവച്ചരയ്ക്കുന്ന ആ ഒരു സൗണ്ട് എങ്കിലും ഒന്ന് കുറയ്ക്ക്. എന്നാലേ എനിക്ക് ആക്ടിംഗ് ഒക്കെ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഉറക്കെ പറയുമ്പോഴത്തേക്കും നായകനും കുഞ്ഞു പിള്ളേരെ പോലെ ഞാനങ്ങനെ സൗണ്ടൊന്നും കുറയ്ക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഫുഡൊക്കെ വളരെ സൗണ്ടിൽ ചവച്ചരയ്ക്കുന്നു. ഈ ഒരു സമയത്ത് മൊത്തത്തിൽ അവിടെ ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാവുകയാണ്. അതായത് ശരിക്കും പറയേണ്ട ഡയലോഗ് ഒന്നും അല്ലല്ലോ അവൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിക്ക് ഷൂട്ടിങ്ങിന്റെ സ്ഥലത്ത് ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകുന്നു. എങ്കിൽ പോലും ജയൂൺ ആ ഒരു പ്രശ്നമൊക്കെ എങ്ങനെയൊക്കെ സോൾവ് ആക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ഡ്രാമയിൽ അഭിനയിക്കുവാനായിട്ടുള്ള എന്റെ ഫേവറേറ്റ് ഫുഡ് എല്ലാം തന്നെ വേണ്ടെന്ന് വെച്ചിട്ട് ഡയറ്റ് ഒക്കെ എടുത്തിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ എന്റെ മുമ്പിലിരുന്ന് ഇത്രയും സൗണ്ടിലൊക്കെ ഫുഡ് കഴിച്ചാൽ കൊള്ളാമോ? അതൊക്കെ തന്നെ അവന്റെ തെറ്റാണ്. അതുകൊണ്ടാണ് ഞാനും അങ്ങനെ സംസാരിച്ചു പോയതെന്ന് ടെറൻ പറയുമ്പോഴത്തേക്കും ജയൂണിനും ടെറന്റെ മാനസികാവസ്ഥയൊക്കെ തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമായിരുന്നു. സോ ജയൂണും പിന്നീട് ടെറനെ ഹാപ്പി ആക്കുന്നുമുണ്ട്. അടുത്തായിട്ട് സൺവുന്റെ കൂടെ ഡോക്യുമെന്ററി ഒക്കെ ചെയ്യുവാനായിട്ട് ഇരിക്കുകയാണ് ടെറിൻ. അങ്ങനെ ഇരിക്കെ ഒരുപാട് ഫുഡൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും താൻ ഡയറ്റിൽ ആയതുകൊണ്ട് ഇതൊന്നും തന്നെ കഴിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു വിഷമത്തിലായിരുന്നു ടെറിൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ടെറിന് മുടിയൊക്കെ ശരിയാക്കി കൊടുക്കുവാനായിട്ടായിരുന്നു ജിയോൺ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും സൺവുന്റെ കുറച്ച് മുടിയൊക്കെ പൊങ്ങി നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും ആ പൊങ്ങി നിന്ന മുടി മാത്രം ശരിയാക്കി കൊടുക്കുന്നു. എന്നാൽ ഇത് നിനക്ക് മുഴുവനായിട്ട് ചെയ്തുകൂടെ എന്ന് സൺവു ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ നിന്റെ മാനേജർ അല്ല മറിച്ച് ടെറിന്റെ മാനേജർ ആണെന്ന് പറഞ്ഞ് ടെറിന് വേണ്ടി മാത്രമായിരുന്നു അവൾ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അടുത്തായിട്ട് പ്രൊഡ്യൂസറും
ടയറിന്റെയും സൺവുവിന്റെയും അടുത്ത് നോർമൽ ആയിട്ടൊക്കെ സംസാരിച്ചു എന്നാണ് പറയുന്നത്. അവർ തമ്മിലുള്ള ഒരു ബോണ്ടൊക്കെ ആ ഡോക്യുമെന്ററിയിൽ കറക്റ്റ് ആയിട്ട് വരുവാനായിട്ടാണ് അങ്ങനെ പറയുന്നതും. അങ്ങനെ അവർ സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും സിറ്റ്കോം ഒക്കെ ചെയ്ത സമയത്ത് ടേറിൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കരഞ്ഞതൊക്കെ സൺവുവിന് വേണ്ടിയാണെന്നുള്ള രീതിക്ക് ടേറിനും സംസാരിക്കുന്നു. പക്ഷേ നീ ഒരിക്കൽ പോലും എനിക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നിന്നെ കരയിച്ചിട്ടുമില്ല. നീ കരഞ്ഞിട്ടുണ്ടായിരുന്നതെല്ലാം തന്നെ എനിക്ക് ചൂടെടുക്കുന്നു, എനിക്ക് തണുക്കുന്നു, എനിക്ക് വിഷമം വരുന്നു, എനിക്ക് വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു എന്ന് അവനും ഓർമ്മിപ്പിക്കുന്നു. അതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്ന ടേറിനും ശരിയാണ് നീ പറഞ്ഞത്. ഒരിക്കൽ പോലും നീ എന്നെ കരയിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. എങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് ചെറുതായിട്ട് വഴക്കും കൂടുന്നു. അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ക്രൂ മെമ്പേഴ്സിനും ഒരുപാട് സന്തോഷമൊക്കെ തോന്നുകയാണ്. പഴയ ആ ഒരു ഫീലൊക്കെ തിരിച്ചു വന്ന സന്തോഷത്തിലായിരുന്നു അവരുണ്ടായിരുന്നതും. സൺവു ഇപ്പോൾ ഒരു ബുക്ക് സ്റ്റോറിലൊക്കെ പോയി ബുക്ക് വായിച്ചിരിക്കുകയാണ്. ആ ബുക്ക് സ്റ്റോറിന്റെ ഓണറും അവിടെ എത്തുന്നു. ഓണറുടെ പേരാണ് യാങ്. എന്റെ ഊഹ ശരിയാണെങ്കിൽ നേരത്തെ സൺവു ഒരു മോട്ടലിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ മോട്ടലിന്റെ അതേ ഓണറാണ് ഇപ്പോൾ ഈ ബുക്ക് സ്റ്റോറും നടത്തുന്നത്. ഞാൻ കുറെ കാലമായിട്ട് ഒരാളെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവൾ എന്നെ അന്വേഷിച്ച് എത്തിയിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ എനിക്കൊരു TV ഷോയിൽ അഭിനയിക്കുവാനുള്ള അവസരവും അവൾ നൽകി. സോ ഞാനും ആ ഒരു ഷോയിലേക്ക് അഭിനയിക്കുകയാണെങ്കിൽ എനിക്കെന്നും അവളെ കാണുവാനായിട്ട് സാധിക്കുമെന്ന കാര്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഞാനും ടിവിയിലൊക്കെ വരാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന് സൺവുവും പറയുന്നു. സൺവുവിന്റെ ടെററിന്റെ ഷോയുമായി ബന്ധപ്പെട്ട് അടുത്ത ഷൂട്ടിംഗ് കടൽ തീരത്തൊക്കെ വെച്ച് നടത്തിയാൽ കൊള്ളാമെന്ന് തോന്നുന്നു എന്ന് റൈറ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന കാര്യം എല്ലാം തന്നെ ഇപ്പോൾ പ്രൊഡ്യൂസർ അറിയിക്കുമ്പോഴത്തേക്കും ജയൂണും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറയുന്നു. നേരത്തെ സണുവിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രൊഡ്യൂസറുമായിട്ടുള്ള ടെറിന്റെ മീറ്റിംഗ് ഒക്കെ വെച്ചിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ പ്രൊഡ്യൂസർ ജയൂണിനെ കാണുമ്പോഴത്തേക്കും എന്റെ മകൾ പുതിയതായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, അതൊക്കെ സണുവിനെ കാണിക്കുവാനായിട്ട് താല്പര്യവുമുണ്ട്. സോ അതൊക്കെ സണുവിനെ കാണിച്ചിട്ട് അവന്റെ ഫീഡ്ബാക്ക് അറിയുവാനായിട്ട് എന്തെങ്കിലും വഴി ഉണ്ടോ എന്ന രീതിക്ക് ജയൂണിന്റെ അടുത്തായിട്ടും ചോദിക്കുന്നു. ജയൂണും അതെല്ലാം തന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ടെറിനെ കാണിക്കുവാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നൂറി സണുവിനെ കാണുവാനായിട്ട് ഷോപ്പിലെത്തുമ്പോഴത്തേക്കും ഷോപ്പ് ക്ലോസ് ചെയ്ത് ഇട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സണുവ് ഇല്ലാത്ത സമയത്ത് ആരെങ്കിലും വന്നിട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ഓർഡർ ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ലല്ലോ. ആ ഒരു കാരണം കൊണ്ട് തന്നെ അവളും അതിന് മുമ്പിലായിട്ടൊരു ബോർഡൊക്കെ കെട്ടിത്തൂക്കുന്നു. ഈ ഒരു ബോർഡില് സന്തോഷം വിൽക്കപ്പെടുന്നു എന്ന രീതിക്കായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. ഫ്ലവേഴ്സ് ഒക്കെ കാണുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആകുമല്ലോ. ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് അവളും ഇത് ചെയ്തിട്ടുള്ളത്. സോ അതിന്റെ കൂടെ സണുവിന്റെ നമ്പറും അവൾ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സന്തോഷം വിൽക്കപ്പെടുന്നു എന്നതൊക്കെ അത്രയ്ക്ക് ശരിയായ ഒരു കാര്യമാണോ? കൂടാതെ ഇതിന്റെ കൂടെ ഒരു ഹേർട്ട് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ കുറച്ച് ഓവർ അല്ല എന്നൊക്കെ സണു ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ബോർഡിൽ തൊട്ടു പോയേക്കരുതെന്ന് പറഞ്ഞിട്ടാണ് നൂറി അത് വെച്ചതും. ഓഫീസിന് മുകളിലായിട്ട് വന്നിട്ട് ടെറിന്റെ ഷെഡ്യൂൾസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് അതെല്ലാം തന്നെ ശരിയാക്കി വെക്കുകയായിരുന്നു ചെയ്യണം. അങ്ങനെയിരിക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന സോക്ചുവും ഞാൻ ഇവിടെ സ്മോക്ക് ചെയ്യുവാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞിട്ട് സ്മോക്ക് ചെയ്യുന്നതിന് പകരമായിട്ട് ബബിൾസ് ഒക്കെ വെച്ചിട്ട് കളിക്കുകയായിരുന്നു. ഇപ്പോൾ രണ്ട് എംപ്ലോയീസ് അവിടേക്ക് വന്നിട്ട് സംസാരിക്കുകയാണ്. അവരുടെ സംസാര വിഷയവും ജയോണും ടെറിനും സണുവും എല്ലാം തന്നെ ആയിരുന്നു. അതായത് കുട്ടിക്കാലത്ത് സണുവിന്റെ പേരിൽ കുറച്ച് ഫ്രോഡ് കേസസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ കേസുകളും മറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് അവൻ പിന്നീട് അഭിനയിക്കാതിരുന്നിട്ടുണ്ടായിരുന്നതും. പക്ഷെ ഇപ്പോൾ വീണ്ടും അവനെ അഭിനയിക്കുവാനായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ടെറിന്റെ ലൈഫ് തന്നെ പോകുന്ന രീതിക്കുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ജയോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ജയോൺ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്, അവൾ അത്രയ്ക്ക് പൊട്ടിയാണോ എന്ന രീതിക്കൊക്കെ ആയിരുന്നു അവർ സംസാരിച്ചതും. ജയൺ മ്യൂസിക് കേട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ അവൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല അവൾ ഇവിടെ ഇരിക്കുന്ന കാര്യം അവർ അറിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ സോക്ചി ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് അവരുടെ ഇടയിൽ നിന്ന് ബബിൾസ് ഒക്കെ വിടുകയാണ്. ശരിക്കും ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ജയൂൺ അറിയാതിരിക്കുവാനായിട്ടായിരുന്നു അവൻ അങ്ങനെ ചെയ്തത്. കൂടാതെ അവൻ സിഇഒയുടെ മകനാണെന്നുള്ള കാര്യം ഒന്നും തന്നെ ഇവർക്ക് അറിയുകയുമില്ല. അങ്ങനെ ഇരിക്കെ സോക്ചുവിന്റെ ശല്യം സഹിക്കുവാൻ സാധിക്കാതെ അവരും തിരിച്ച് ഓഫീസിലേക്ക് തന്നെ മടങ്ങുന്നു.